എങ്ങനെയുണ്ട് മോനെ? സൂപ്പർ ഡാഡ്, കൊള്ളാം. എന്നാ പിന്നെ നമുക്ക് വൈകിട്ട് ഇവിടുന്ന് തന്നെ ഓർഡർ ചെയ്യാം. അതെ മമ്മി, ഇവിടെ തന്നെ ഓർഡർ ചെയ്യാം. നല്ല ടേസ്റ്റാ. മമ്മി, നാളെ മുതൽ ഇവിടെ തന്നെ സ്ഥിരമാക്കിയാലോ? ആഹാ. മോനെ, മമ്മി മോനെ ഞാനും വരുന്നു. വാ. എന്ത് ഓട്ടോടാ ഓടിയത്? പോകാം മോനെ. മോർണിംഗ് ഡോക്ടർ. മോർണിംഗ്. ഇരിക്കൂ. രണ്ടു വർഷമായില്ലേ മോൻ്റെ അസുഖം തുടങ്ങിയിട്ട്? ആൽബിയുടെ റിപ്പോർട്ട് ഞാൻ കണ്ടായിരുന്നു. ഫാദർ ജെയിംസിന്റെ കാര്യം ഇതുപോലെ ആയിരുന്നു. അദ്ദേഹം ഇതുപോലെ ഫാസ്റ്റ് ഫുഡിന്റെ അഡിക്റ്റ് ആയിരുന്നു. ആൽബിയുടെ കാര്യത്തിൽ പ്രതീക്ഷയുണ്ട്. കൃത്യസമയത്താണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. ഡോക്ടർ, ഇത് വരാനുള്ള കാരണം എന്താണ്? നമ്മുടെ ആഹാര രീതിയിലും ജീവിതശൈലിയിലും വന്ന പ്രശ്നങ്ങൾ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഡോക്ടർ ഇവന് ചെറുപ്രായത്തിൽ തന്നെ ഇത് വരാൻ കാരണം? അദ്ദേഹത്തിന്റെ കാര്യമായിരുന്നെങ്കിലും നല്ല ആരോഗ്യവാനായിരുന്നു. എന്നിട്ടും ഇത് ജെയിംസിന്റെയോ ആൽബിയുടെയോ മാത്രം കാര്യമല്ല. ഇന്നത്തെ തലമുറയുടെ എല്ലാം പ്രശ്നം ഇത് തന്നെയാണ്. കഴിഞ്ഞ 10-20 വർഷമായിട്ട് മാറിയ നമ്മുടെ ആഹാര രീതിയും ജീവിതശൈലിയുമാണ്. ഇതിന്റെ പ്രധാനപ്പെട്ട കാരണം ടെക്നോളജിയുടെ തെറ്റായിട്ടുള്ള ഉപയോഗമാണ്. ഉദാഹരണത്തിന് അടുക്കളയിൽ വന്ന ചില ടെക്നോളജിയുടെ മാറ്റങ്ങളാണ്. അത് ഈ രോഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. നമ്പർ 1 വില്ലൻ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയും റെഫ്രിജറേറ്ററാണ്. വേവിച്ച സാധനങ്ങൾ ഫ്രിഡ്ജിൻ്റെ അകത്ത് വെക്കുകയും അത് വീണ്ടും ചൂടാക്കി ഉപയോഗിക്കുകയും ചെയ്യുന്നതാണ് ഈ രോഗത്തിന്റെ പ്രധാനപ്പെട്ട ഒരു കാരണം. ഏത് ആഹാരവും പാചകം ചെയ്ത് 3 മണിക്കൂർ കഴിയുമ്പോൾ അതിന്റെ സ്മെല്ല് മാറും. അത് കേടായി. അത് പിന്നെ ഏത് രീതിയിൽ ഉപയോഗിക്കരുത്. ഉച്ചയ്ക്ക് പാചകം ചെയ്ത ഭക്ഷണങ്ങളോ കറികളോ പോലും രാത്രി കഴിക്കരുത്. അത് രോഗത്തിന് കാരണമാകും. ഇതാണ് പല രോഗത്തിലേക്ക് നയിക്കുന്ന പ്രധാനപ്പെട്ട കാരണം. കൂടാതെ രാത്രി താമസിച്ച് ആഹാരം കഴിക്കുക, അത് പല രോഗത്തിലേക്ക് നയിക്കും എന്നതാണ് യാഥാർത്ഥ്യം. നമ്മൾ പ്രകൃതിയിലേക്ക് നോക്കുക. പകൽ കണ്ണു കാണുന്ന പക്ഷികളെ മൃഗങ്ങളെ ഒന്നും സന്ധ്യ കഴിഞ്ഞാൽ പിന്നെ ആഹാരം കഴിക്കത്തില്ല. മനുഷ്യൻ മാത്രമാണ് സന്ധ്യയ്ക്ക് ശേഷം ആഹാരം കഴിക്കുന്നത്. അപ്പോൾ സന്ധ്യയ്ക്ക് ശേഷം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് ശരിയായിട്ട് ഡൈജസ്റ്റ് ചെയ്യത്തില്ല. അത് പലതരത്തിലുള്ള മെറ്റാബോളിക് പ്രോബ്ലത്തിലേക്ക് നയിക്കും.
യഥാർത്ഥത്തിൽ നമ്മൾ പകൽ കണ്ണു കാണുന്ന ജീവികളുടെ എല്ലാം ഡൈജഷൻ സൂര്യന്റെ അടിസ്ഥാനത്തിലാണ്. സൂര്യൻ ഉച്ചസ്ഥായി നിൽക്കുന്ന ഉച്ചയ്ക്കായിരിക്കും നല്ല ഡൈജഷൻ. ഉച്ചയ്ക്ക് 2 മണി കഴിഞ്ഞാൽ തന്നെ ഡൈജഷൻ കുറയും, സന്ധ്യ കഴിഞ്ഞാൽ തീരെ കുറയും. അപ്പോൾ സന്ധ്യയ്ക്ക് ശേഷം ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ അത് പലതരത്തിലുള്ള, പ്രത്യേകിച്ച് രാവിലെ എഴുന്നേക്കുമ്പോണ്ടാകുന്ന മോർണിംഗ് സ്റ്റിഫ്നെസ് അടക്കമുള്ള പല രോഗത്തിലേക്ക് നയിക്കുന്നത് രാത്രി താമസിച്ച് ആഹാരം കഴിക്കുന്നതാണ്. അല്ല ഡോക്ടർ, അപ്പോ രാത്രി ഫുഡ് കഴിക്കാൻ പാടില്ലെന്നാണോ? അങ്ങനെയല്ല, അത്താഴം അത്തിപ്പഴത്തോളം എന്നാണ്. ലൈറ്റ് ഫുഡായിരിക്കണം, രാത്രി നേരത്തെ ആഹാരം കഴിക്കുകയും വേണം. രാത്രി കഴിക്കുന്ന ആഹാരങ്ങൾ എപ്പോഴും ലഘുവായിരിക്കണം. രാത്രി ഹെവി ഫുഡ് കഴിക്കരുത്. ഉദാഹരണത്തിന് രാത്രി ചോറ് കഴിക്കുക, അതുപോലെ തന്നെ രാത്രി പൊറോട്ട കഴിക്കുക, ഇതെല്ലാം ഹെവിയാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഹെവിയുള്ള സാധനങ്ങൾ ഒഴിവാക്കി ലൈറ്റ് ഫുഡ് വേണം രാത്രി കഴിക്കാൻ. രാത്രി ചപ്പാത്തി, ദോശ, ഇഡലി, ഇടിയപ്പം, ഗോതമ്പ് ദോശ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാം. അപ്പൊ രാത്രി ഒരു കാരണവശാലും ചോറ് കഴിക്കരുത്. അപ്പോൾ രാത്രി ലഘുഭക്ഷണം കഴിക്കുക, രാത്രി നേരത്തെ ആഹാരം കഴിക്കുക, ഇത് വളരെ അത്യാവശ്യമാണ്. എന്താ അൽവി പരിപാടി? ഫുഡ് ഓർഡർ ചെയ്യുന്നു ഡാഡി. പിന്നെ ഡാഡി ഇന്ന് തിരിച്ചു പോവും. അപ്പോ മോൻ നന്നായി പഠിക്കണം കേട്ടോ. മമ്മി പറയുന്നതൊക്കെ കേൾക്കണം. പുറത്തെങ്ങും പോയി കളിക്കരുതേ. ഫുഡ് വന്നെന്ന് തോന്നുന്നു. ഇതുപോലെ രോഗങ്ങളുണ്ടാകുന്ന പ്രധാനപ്പെട്ട കാരണമാണ് എണ്ണപ്പലഹാരങ്ങളും അതുപോലെ ബേക്കറി ഐറ്റംസും. നമ്മുടെയൊക്കെ വീടുകളിൽ പണ്ടാണെങ്കിൽ ഏതെങ്കിലും വിശേഷ ദിവസങ്ങളിൽ മാത്രമാണ് ഈ എണ്ണപ്പലഹാരങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്ന് സ്ഥിരമായിട്ട് എണ്ണപ്പലഹാരം ഉപയോഗിക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഉദാഹരണത്തിന് ഇപ്പോൾ പറയുകയാണെങ്കിൽ ഉരുപ്പുകളുടെ മുമ്പിലൊക്കെ വലിയ തിരക്കാണ് കാണാൻ സാധിക്കുന്നത്. ഈ എണ്ണ എന്ന് പറയുന്ന സാധനം മാറ്റുന്ന പ്രശ്നമേ ഇല്ല. ടാറിന്റെ കളറായാലും ഈ എണ്ണ മാറ്റുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ഇപ്പോൾ അടുത്ത കാലത്തായിട്ട് ഒരു സർവേ വന്നിട്ടുണ്ടായിരുന്നു. ഒരു പ്രമുഖ പത്രത്തിനകത്താണെങ്കിൽ, അപ്പോൾ വൈകിട്ടാണെങ്കിൽ ഓഫീസുകളിൽ ചായക്കൊപ്പം കഴിക്കുന്ന കടിയാണ് ഈ പല രോഗത്തിലേക്ക് നയിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഈ പറയുന്ന എണ്ണപ്പലഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക. അപ്പോൾ കടു വറക്കുന്ന എണ്ണയ്ക്ക് അതിന് ആവശ്യത്തിലുള്ള എണ്ണ നമ്മുടെ ശരീരത്തിന് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പിന്നെ കഴിക്കുന്നതൊക്കെയാണ് ശരീരത്തിന് ദോഷം ചെയ്യുന്നത്. അപ്പോൾ എണ്ണപ്പലഹാരങ്ങൾ പരമാവധി ഒഴിവാക്കുക എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. ബേക്കറി സാധനങ്ങളാണ് ഈ രോഗം ഉണ്ടാകാനുള്ള മറ്റൊരു പ്രധാനപ്പെട്ട കാരണം. ഒന്നാമത് ബേക്കറി എല്ലാം മൈദയാണ്. രണ്ടാമത് ഇതിൻ്റെ അകത്ത് ഉപയോഗിച്ചിരിക്കുന്ന ആർട്ടിഫിഷ്യലായിട്ടുള്ള കളറുകളെ, പ്രിസർവേറ്റീവ്സുകളെ, അജിനോമോട്ടോ പോലുള്ള കൃത്രിമമായിട്ടുള്ള രാസവസ്തുക്കളെ, ഇതൊക്കെ തന്നെയാണെങ്കിൽ ആരോഗ്യത്തെ വിപരീതമായി ബാധിക്കുന്നവയാണ്. ആൽബിയുടെ കാര്യവും വ്യത്യസ്തമല്ല. ഇതിൻ്റെ കാരണങ്ങളും ബേക്കറി ആഹാരങ്ങളും അതുപോലെ സോഫ്റ്റ് ഡ്രിങ്ക്സുകളും കാർബണേറ്റഡ് ആയിട്ടുള്ള ഡ്രിങ്ക്സുകളും ഇതൊക്കെ തന്നെയാണ് ഈ രോഗത്തിൻ്റെയും അടിസ്ഥാനപരമായിട്ടുള്ള കാരണം. ഇത് വളരെ ശ്രദ്ധിക്കേണ്ട രോഗാവസ്ഥയാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഗുരുതരമാകുന്ന രോഗാവസ്ഥ കൂടിയാണ്. ഇന്ന് സ്കൂളുകളിലൊക്കെ പല മെഡിക്കൽ ക്യാമ്പുകൾക്ക് പോയപ്പോൾ മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഇന്ന് സ്കൂളുകളിൽ മിക്കവാറും എല്ലാ കുട്ടികൾക്കും ഏതെങ്കിലും തരത്തിലുള്ള രോഗമാണ്. അപ്പോൾ ഇന്നത്തെ തലമുറയേക്കാൾ ആരോഗ്യക്കുറവാണ് ഇനി വരാൻ പോകുന്ന തലമുറയ്ക്ക്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് വെച്ചാൽ കഴിഞ്ഞ ഏതാനും ദശകങ്ങളായിട്ട് മാറിയ നമ്മുടെ ആഹാര രീതികളും ജീവിതശൈലിയുമാണ്. അതുകൊണ്ട് നമ്മൾ ഇതിലൊരു മാറ്റം വരുത്തിയില്ലെങ്കിൽ നമ്മുടെ പുതിയ തലമുറയുടെ ആരോഗ്യം ഒരു വലിയ ചോദ്യചിഹ്നമാണ്. മോനെ, എടി ഇവന് ചെറിയ പനിയുണ്ടെന്ന് തോന്നുന്നു. ഇന്ന് തന്നെ ഡോക്ടറിനെ ഒന്ന് കാണിച്ചേക്കണേ. പനിയോ? നീ വന്നേ. അയ്യോ, ചൂടുണ്ടല്ലേ? ഇന്ന് എക്സാമാ. വൈകിട്ട് എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാം. ഇതേ അച്ഛൻ പോകുന്നതിന്റെ പനിയാ. ആണോടാ? പപ്പ പോട്ടെ എന്നാ. ബൈ ഡാഡ്.
ആൽബി മോനെ, Look your favorite pizza? I feel tired. I want to sleep. ആൽബി. അയ്യോ മോനെ, മോനെ, ആൽബി, എന്ത് പറ്റിയടാ? ആൽബി, ആൽബി, എനിക്ക് വാ. ജനങ്ങൾക്ക് പൊതുവായിട്ടൊരു തെറ്റിദ്ധാരണയുണ്ട്. ആയുർവേദം വളരെ പതുക്കെയാണ് ഫലിക്കുന്നത് എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ്. കൃത്യമായിട്ടുള്ള കാരണത്തെയാണ് അഡ്രസ്സ് ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെ വളരെ വേഗത്തിലും വളരെ ഫലപ്രദമായിട്ടും മറ്റ് പാർശ്വഫലങ്ങൾ ഒന്നുമില്ലാതെ തന്നെ വളരെ ഫലപ്രദമായിട്ടുള്ള ഫലം ലഭിക്കുന്ന ഒന്നാണ് ആയുർവേദ ചികിത്സ. ജനങ്ങൾക്ക് മറ്റൊരു തെറ്റിദ്ധാരണയുണ്ട്, ആയുർവേദ മരുന്നുകൾക്കൊക്കെ പഥ്യമുണ്ട് എന്നുള്ളത് വളരെ തെറ്റായിട്ടുള്ള ധാരണയാണ്. മരുന്നിനല്ല പഥ്യം, മറിച്ച് രോഗത്തിനാണ്. രോഗത്തിന്റെ കാരണങ്ങളാണ് ഈ പഥ്യം എന്ന് പറയുന്നത്. അത് മാറ്റിയെങ്കിൽ മാത്രമേ രോഗം മാറത്തുള്ളൂ. അത് മാറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ തന്നെ പരിഹരിക്കാവുന്നതാണ് മിക്ക രോഗങ്ങളും. ആൽബി വിഷമിക്കേണ്ട. ആൽബിയുടെ അസുഖം ലളിതമായ ആയുർവേദ ചികിത്സയിലൂടെ പൂർണ്ണമായിട്ടും മാറ്റിയെടുക്കാവുന്ന ഒന്നാണ്. മോനെ, കേറി വാ. വാ, വാടാ. മമ്മി ഇങ്ങോട്ട് വാ. സൂക്ഷിച്ച്.